ഫ്രണ്ട്സ്, ഇന്ന് പിൻട്രസ്റ്റിലെല്ലാം ട്രെൻഡായിട്ടുള്ള ഇതുപോലത്തെ ബ്രേസ്ലെറ്റ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഫസ്റ്റിൽ നമുക്ക് വേണ്ടത് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന ബ്രേസ്ലെറ്റ് സെറ്റ് ആണ്. ഫസ്റ്റിൽ നമുക്ക് ത്രെഡ് ആവശ്യമാണ്. അപ്പോൾ ബ്രേസ്ലെറ്റിന് ഉണ്ടാക്കുന്ന ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൈയിൻ്റെ സൈസിനെ കുറിച്ച് കൂടുതലായിട്ടാണ് നമ്മൾ ത്രെഡ് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്ത സൈസിൽ നമുക്ക് 3 എണ്ണം വേണം കേട്ടോ. ആദ്യം തന്നെ ഫസ്റ്റ് ത്രെഡ് നമുക്ക് കുറച്ചുകൂടി വലിയ ബീഡാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് തന്നെ അതിൻ്റെ എൻഡിൽ 2-3 പ്രാവശ്യം കട്ടി കൊടുക്കണം. ഫസ്റ്റ് ലെയറിൻ്റെ ബീഡ് നമുക്ക് എടുക്കാം. ഈ ഒരു കളർ ബീഡാണ് ഞാൻ യൂസ് ആക്കുന്നത് ഫസ്റ്റ് ലെയറിന്. ആദ്യം ബ്രേസ്ലെറ്റിൻ്റെ ഹാഫ് വരെ ബീഡ്സ് ഇട്ടെടുക്കണം. അത് കഴിഞ്ഞിട്ടൊരു സ്മൈലി ചാമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചാംസ് വേണമെങ്കിലും എടുക്കാം. ഞാനൊരു സ്മൈലി ചാംസാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഫുള്ളാക്കി കൊടുക്കണം. ഫസ്റ്റ് ലെയർ ഫുള്ളായി. ഇനി സെക്കൻഡ് ലെയറിലേക്ക് നമുക്ക് കിടക്കാം. സെക്കൻഡ് ലെയറിന് നമ്മൾ റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു ബീഡാണ് എടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ലെയറിന് ഉപയോഗിച്ച ബീഡ്സിൻ്റെ ഏകദേശം ഒരു സെയിം കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ റൗണ്ട് ഷേപ്പിന് 2 കളറിന് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ബീഡ് 2 കളർ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറായതുകൊണ്ട് ഞാൻ 2 കളർ വെച്ചിട്ടാണ് രണ്ടാമത്തെ ലെയർ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ലെയറിന് നമ്മൾ കുറച്ച് കുഞ്ഞി ബീഡ്സാണ് എടുക്കുന്നത്. ഏകദേശം സിമിലറായ കളർ തന്നെയാണ് ഞാൻ അതിലും എടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടിന്യൂ ദ വർക്ക്. അങ്ങനെ നമ്മൾ സ്പീഡിൽ മൂന്നാമത്തെ ലെയറിൻ്റെ ബീഡും കൊടുത്തിരിക്കുകയാണ്. കാണുന്ന സിമ്പിളല്ല, ഞാൻ സ്പീഡിലിട്ട് കിട്ടണം കേട്ടോ. അതിനുശേഷം നമ്മൾ 3 ലെയറും ഒരുമിച്ച് കെട്ടണം. കെട്ടലാണ് ഭയങ്കര ടാസ്ക് ഉള്ള പരിപാടി. അതുകൊണ്ട് ഞാൻ കെട്ടുന്ന വീട് ഇട്ടിട്ടില്ല. കുറേ സമയം ഇരുന്നിട്ടാണ് ഞാൻ കെട്ടിയത്. കെട്ടിയിട്ടാണ് എൻ്റെ കുറേ സമയം പോയത് കേട്ടോ. അത്ര സമയമാണ് എൻ്റെ കെട്ടിക്കെട്ടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഞാൻ പ്രതീക്ഷിച്ച അത്ര വന്നിട്ടില്ലെങ്കിലും ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.